ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ അമേരിക്ക സമ്പൂർണ്ണമായും അടച്ചുപൂട്ടി എന്നുള്ളൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഒരു രാജ്യം പൂർണ്ണമായിട്ടും എങ്ങനെയാണ് ഒരു അടച്ചുപൂട്ടലിലേക്ക് പോവുക എന്നുള്ളത് എനിക്കൊരു അത്ഭുതമായിരുന്നു. പക്ഷേ 7 വർഷത്തിന് ശേഷം വീണ്ടും ഒരു അടച്ചുപൂട്ടൽ എന്ന് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഇതിനു മുമ്പും അമേരിക്ക അടച്ചുപൂട്ടിയിട്ടുണ്ട്. 2008 അടച്ചുപൂട്ടിയിട്ടുണ്ട്. പക്ഷേ ട്രംപ് ഇരിക്കുമ്പോൾ അടച്ചുപൂട്ടൽ എന്ന് പറയുന്നത്, ഭരണസ്തംഭനം എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഗുരുതരമാണ് എന്നുള്ളതാണ്. ഇനി തുറക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഈ ട്രംപ് അവിടെ ഒരു ഫണ്ടിങ് ബില്ല് പാസ്സാക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തി. 55 വോട്ടുകൾ മാത്രം ട്രംപിന് കിട്ടി. 66 വോട്ട് വേണം പാസ്സാവാൻ. അതുപോലും പാസ്സായില്ല. തൊട്ടുപിറകെ സർക്കാർ ജീവനക്കാര് ട്രംപ് ഒരു ഉത്തരവിറക്കി. 1 ലക്ഷം പേര് പിരിഞ്ഞു പോകണം, നിർബന്ധിത അവധിയിൽ കയറണം, അത് കഴിഞ്ഞ് പിരിച്ചു വിടാമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ 35 ദിവസത്തേക്ക് 7.5 ലക്ഷം ജീവനക്കാര് താൽക്കാലികമായി പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്യണം. ഒന്നുകിൽ താൽക്കാലികമായിട്ട് പിരിഞ്ഞു പോകുക, അല്ലെങ്കിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്യുക എന്നുള്ളൊരു നിലപാടിലേക്ക് ട്രംപ് വന്നിരിക്കുകയാണ്. സർക്കാരിന് ആവശ്യമായിട്ടുള്ള ധനസഹായവും വികസനവും ഒന്നും തന്നെ യാതൊരുവിധ സർക്കാർ വകുപ്പുകൾക്കും കൊടുക്കാനായിട്ട് ഒരു നിവൃത്തിയുമില്ല, പൈസ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ അടച്ചുപൂട്ടുകയാണ് എന്നുള്ളതാണ് ഈ അടച്ചുപൂട്ടലിന്റെ സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അടച്ചുപൂട്ടൽ എന്ന് പറയുന്ന ഈ സാധനം യഥാർത്ഥത്തിൽ ഇന്ത്യയിലേക്ക് വന്നിരുന്നു. അപ്പൊ ഇന്ത്യ അതിനെ വളരെ ഗംഭീരമായിട്ട് ഡീൽ ചെയ്തു. അതേ സാധനം ട്രംപിന് ഇപ്പോൾ ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് ട്രംപിന്റെ കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം ഇതിനോടുകൂടി ചേർത്ത് വായിക്കേണ്ടതുള്ളത് കൊണ്ടാണ് ഈ വിഷയം ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മുടെ വിഷയം ബ്രിക്സ് ഇപ്പോൾ ശക്തമായിട്ടുള്ള ഒരു തീരുമാനവുമായി, ഏകദേശം അമേരിക്കയുടെ ഒരു മരണം മണി മുഴക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഡോളറിന്റെ ഒരു മരണം മണി മുഴക്കിക്കൊണ്ട് ശക്തമായിട്ടുള്ള ഒരു തീരുമാനവുമായിട്ട് ബ്രിക്സ് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബ്രിക്സ് ബാങ്ക് ഒരു പുതിയ കറൻസി ഇറക്കാൻ പോവുകയാണ്. അത് റോയിട്ടേഴ്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ചിട്ട് ഇന്ത്യൻ മണി ആയിരിക്കും, ഇന്ത്യൻ കറൻസിയിലായിരിക്കും എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അത് എത്രത്തോളം മുന്നോട്ട് വരുമ്പോൾ അത് എത്രത്തോളം ഇതാകും, ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടെങ്കിൽ പോലും ഇങ്ങനെയാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് ഈ ബ്രിക്സ് ചെയ്യാൻ പോകുന്ന, ഇപ്പോൾ ഡോളറിനെ തകർക്കാൻ ബ്രിക്സ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് അമേരിക്കയെ വീണ്ടും വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയല്ലേ ചെയ്യുന്നത്? എന്താണ് തോന്നുന്നത് ചേട്ടാ? അപ്പൊ ധനുഷ് ഇപ്പൊ ആദ്യം അവിടുത്തെ അടച്ചുപൂട്ടലിന് മോദിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിനെ കുറിച്ച് രണ്ടുപേരും പറയാതെ പോകുന്നത് ശരിയാവില്ല. അതായത് ഇവിടെ എന്തുകൊണ്ടാണ് അമേരിക്ക ഈ വലിയ കടക്കണിയിലേക്ക് പോകേണ്ടി വന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഒരു രാജ്യം സബ്സിഡികൾ കൂടുതൽ കൊടുക്കുന്നു, ആ രാജ്യം കടത്തിലേക്ക് പോകും, സ്വാഭാവികമാണ്. രാജ്യത്തിലെ ജനങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് സബ്സിഡി കൊടുക്കാം. ഇപ്പൊ നമ്മളുടെ ഒരു രാജ്യം ഒരു അരക്ഷിതാവസ്ഥയിലൊക്കെ ആണെങ്കിൽ നമുക്കത് സബ്സിഡി കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ എന്നും സബ്സിഡി മാത്രം കൊടുത്തു കഴിഞ്ഞാല് ജനത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. പക്ഷെ രാജ്യത്തിന്റെ ഇൻകം മുഴുവൻ സബ്സിഡി കൊടുക്കാൻ പോകും. ഈ അമേരിക്കയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജനറൽ ഇൻഷുറൻസും ഹെൽത്ത്, ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയിട്ട് വലിയ ഭാരിച്ച തുകയാണ് അവർ കാലാകാലങ്ങളിലായിട്ട് സബ്സിഡി കൊടുക്കുന്നത്. ഇത് നിർത്തൽ ചെയ്യാൻ പോയപ്പോൾ അതിനെ തടഞ്ഞുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ, സ്വന്തം പാർട്ടിക്കാർ പോലും രംഗത്തെത്തുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. പക്ഷെ ഇത് നരേന്ദ്രമോദി ഭംഗിയായി ഇന്ത്യയിൽ നടപ്പാക്കിയിട്ടുണ്ട്. ഇന്ത്യ പോലൊരു രാജ്യം, അതാണ് എടുത്തു പറയേണ്ട കാര്യം. കാരണം 2500 രജിസ്റ്റേർഡ് പൊളിറ്റിക്കൽ പാർട്ടിയുള്ള രാജ്യം, 140 കോടി ജനമുള്ള രാജ്യം, വിഘടനവാദികളും വിധ്വംസ പ്രവർത്തനം കുത്തിത്തിരിപ്പുകാരുള്ള രാജ്യം, ഈ രാജ്യത്ത് സുന്ദരമായിട്ട് ഈ 10 വർഷത്തിനുള്ളിൽ നരേന്ദ്രമോദി എങ്ങനെയാണ് അത് നടപ്പാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യമായി സബ്സിഡി എടുത്തു കളഞ്ഞ പെട്രോൾ ഡീസൽ വില വർധനവില്ലായിരുന്നു. മുമ്പ് നമ്മുടെ രാജ്യത്ത് ഈ സബ്സിഡി കൊടുത്തുകൊണ്ട് പെട്രോളിന്റെയും ഡീസലിന്റെയും വില സർക്കാർ പിടിച്ചു നിർത്തിയിരുന്നു. എണ്ണ കമ്പനികൾക്ക് സബ്സിഡി പണം നൽകുമായിരുന്നു. മോദി വന്നുകൂടെ അത് എടുത്തു കളഞ്ഞു. അന്താരാഷ്ട്ര വിപണിയിലെ ആ പെട്രോളിന്റെ വില അനുസരിച്ച് കമ്പനികൾക്ക് തന്നെ വില നിശ്ചയിക്കാൻ അധികാരം കൊടുത്തു. അതോടുകൂടി ആ സബ്സിഡി പോയി. അന്ന് എന്തൊക്കെ പുകലായിരുന്നു ഈ രാജ്യത്തുണ്ടായത്? പെട്രോളിന്റെ സബ്സിഡി എടുത്തു കളഞ്ഞു. എല്ലാ ഓസിന് കിട്ടി ഒരു രാജ്യത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ജനത്തിന് മുഴുവൻ ഓസിനായിട്ട് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിന് അതിനനുസരിച്ചുള്ള വരുമാനം വേണം. അമേരിക്കയ്ക്ക് പോലും അത് പറ്റുന്നില്ലാത്തതുകൊണ്ടാണ് അവർ കടത്തിലേക്ക് പോയത്. ആ സബ്സിഡി എടുത്തു കളഞ്ഞു. പിന്നീട് കെറോസിന്റെ സബ്സിഡി, മണ്ണെണ്ണ സബ്സിഡി എടുത്തു കളഞ്ഞു. ഗ്യാസിന്റെ സബ്സിഡി എന്താണ്? കമ്പനികൾക്ക് കൊടുക്കുന്നതിന് പകരം ഗ്യാസിന് ഫുൾ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ ആ തുക നിങ്ങളുടെ ബാങ്കിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വന്നു. അതായത് ജനങ്ങൾക്ക് അത് കിട്ടത്തക്ക രീതിയിലേക്ക് വന്നു. കർഷകർക്ക് അനാവശ്യമായിട്ടുള്ള എല്ലാ സബ്സിഡികളും നിർത്തലാക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വന്നു. പ്രത്യേകിച്ച് വളത്തിനൊക്കെ ഇപ്പൊ ഫുൾ പൈസ കർഷകർ അടക്കണം, സബ്സിഡി തുക അവരുടെ ബാങ്കിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഈ സബ്സിഡിയും സംഭരണവും എന്നൊക്കെ പറഞ്ഞാൽ ദീർഘകാലത്തേക്കുള്ളതല്ല, ഷോർട്ട് പീരീഡിലേക്കുള്ളതാണ്. അതായത് എന്താണ് പറയുക, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗത്തിനെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് സബ്സിഡികൾ വരുന്നത്. ഇന്ത്യയിൽ ഇക്കാലമത്ര നടന്നിരുന്നത് എന്തായിരുന്നു? വലിയൊരു തുകയാണ് സർക്കാർ സബ്സിഡിക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. ഇപ്പൊ കേരളത്തിലേക്ക് വന്ന് നമ്മൾ എപ്പോഴും പറയാറില്ലേ, ഇവിടെ ഒരു വലിയ തുക ഖജനാവിൽ നിന്ന് പെൻഷനായിട്ട് എല്ലാ വർഷവും പോകുന്നുണ്ട്.
അതൊരു വലിയ സാമ്പത്തിക ബാധ്യത സർക്കാരിന് വരുത്തി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ സബ്സിഡി കൊടുക്കുക എന്ന് പറഞ്ഞത്. അങ്ങനെ സബ്സിഡികൾ ഘട്ടം ഘട്ടമായിട്ട് നിർത്തി. ഇതിനെതിരെ പ്രതിഷേധമാദ്യം ഉയർന്നിരുന്നെങ്കിലും ഇപ്പോഴത്തെ പുതിയ തലമുറ അടക്കം അതിനെ രണ്ട് കൈയും നീട്ട് സ്വീകരിക്കുകയാണ്. ഈ സമാനമായ സാഹചര്യത്തിലേക്ക് അമേരിക്ക നീങ്ങി തുടങ്ങിയിരുന്നു അവര് ട്രംപിന്റെ കാലത്ത് തന്നെ നേരത്തെ. ഇപ്പോഴത് വീണ്ടും നീങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് വീണ്ടും അവിടെ പ്രശ്നങ്ങൾ വന്നത്. നോക്കൂ, പെട്രോളിന്റെ സബ്സിഡി നമ്മൾ എടുത്തു കളഞ്ഞതുപോലെ പെട്രോളിൽ നമ്മൾ പല രാജ്യങ്ങളിൽ നിന്ന് കൊടുക്കാനുള്ള പണം മൻമോഹൻ സിംഗിന്റെ കാലത്തൊക്കെ മേടിച്ചു കൂട്ടിയ പെട്രോൾ ബില്ലിന്റെ കടമുണ്ട് ഈ സൗദിയിൽ നിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ. അത് ഒരു പരിധി വരെ നമുക്ക് അടച്ചു തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ നേട്ടം. പിന്നെ നമ്മൾ ഈ വഴി കാണുന്ന റോഡായാലും ശൗചാലയമായാലും വീടുകളായാലും ഒക്കെ നമുക്ക് ഒരു വലിയ ഇൻകത്തിലേക്ക് പോകാൻ കഴിയും. സബ്സിഡി എപ്പോഴും എല്ലാ കാലത്തേക്കും ഉള്ളതല്ല. അത് കാലാകാലങ്ങളിൽ നമ്മൾ ജനതയ്ക്ക് കൊടുത്താൽ ജനത അലസന്മാരായിട്ട് പോകും, സർക്കാർ കൂപ്പുകുത്തിപ്പോവും, രാജ്യം ഛിന്ന ഭിന്നമായി പോകും. അതുകൊണ്ടാണ് അത് ചെയ്യേണ്ടത്. അത് മോദി ഭംഗിയായി ചെയ്തു. അതിലും വലിയൊരു നേട്ടം കൊയ്ത ആളാണ് നരേന്ദ്രമോദി. ലോകത്ത് ആദ്യമായിട്ട് ഇത്ര ഭംഗിയായിട്ട് നോട്ട് നിരോധനം നടപ്പാക്കിയ ഒരു രാജ്യം ലോകത്ത് വേറെയില്ല. ഇതിനു മുമ്പ് നോട്ട് നിരോധനം നടത്തിയ രാജ്യങ്ങളെല്ലാം തകർന്നു പോയിട്ടേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ബ്രിക്സ് രാജ്യങ്ങൾ ഒരു നാണയം, അത് നമ്മൾ മുൻപും ചർച്ച ചെയ്തിരുന്നതാണ്, യൂണിറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം അവർ കൊണ്ടുവരുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വിവിധ രാജ്യങ്ങളുടെ കറൻസികൾ ഒരു ബക്കറ്റിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഒരു കറൻസി കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിന് ചില പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരുടെയും കറൻസിക്ക് ഒരേ മൂല്യമല്ല. ഇവിടെയാണ് ഈ ഇന്ത്യൻ ബോണ്ടുകൾ ഇറക്കുവാനുള്ള ഒരു തീരുമാനവുമായി മുമ്പോട്ട് പോകുന്നത്. ബോണ്ടുകൾ എങ്ങനെ എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു എക്കണോമിസ്റ്റ് ഒന്നും അല്ല, എങ്കിൽ പോലും ഒരു പ്രാഥമിക വിവരം വെച്ച് ബോണ്ടുകൾ എന്ന് പറഞ്ഞാൽ കടപ്പത്രമാണ്. നമ്മുടെ സർക്കാരുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ബോണ്ടുകൾ ഇറക്കാറുണ്ട്. ഈ ബോണ്ടുകളിൽ നിന്ന് സ്വരൂപിക്കുന്ന പണമാണ് നമ്മുടെ വികസനത്തിനൊക്കെ വേണ്ടി ചെലവഴിക്കുന്നത്. അപ്പം നമുക്ക് വലിയ വലിയ ബാങ്കിൽ ഇല്ലെങ്കിൽ പുറത്തുള്ള ബാങ്കിൽ നിന്നൊക്കെ നമുക്ക് കടമെടുക്കേണ്ടി വരില്ല. ബോണ്ടാകുമ്പോൾ പലിശ കുറവാണ്. അതായത് 6 മാസത്തിൽ ഒരിക്കൽ പലിശ കൊടുക്കണം ഈ പൈസ തരുന്നവർക്ക്. അതിലപ്പോൾ 7% 5% അത് എത്രയാണോ അത് കൊടുക്കണം. ഒപ്പം തന്നെ 5 വർഷത്തേക്കാണ് ബോണ്ടിന്റെ കാലാവധി. ഈ 5 വർഷം കഴിയുമ്പോൾ ഇട്ട തുകയും തിരിച്ചു കൊടുക്കും. നല്ലൊരു ഇടപാടാണ് ഈ ബോണ്ടിന്റെ ഇടപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ബോണ്ടുകൾ, അപ്പോൾ വിദേശത്തെ രാജ്യങ്ങളിൽ നിന്നും ബോണ്ടുകൾ, നമ്മുടെ ബോണ്ടുകൾ വിദേശ രാജ്യങ്ങൾ കൂടുതലായി വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക അവസ്ഥ ഉയരുകയും രൂപയ്ക്ക് ആവശ്യക്കാർ കൂടുകയും രൂപയുടെ മൂല്യം സ്ഥിരമായും ഉയർന്നു നിൽക്കുകയും ചെയ്യും. സ്വാഭാവികം. ഈ ഡോളറിനെ പിടിച്ചു നിർത്തുന്നതും ഇത്തരം ബോണ്ടുകളാണ്. ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയിൽ ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട്. കാരണം ഇതൊരു നിക്ഷേപമായിട്ടാണ് പല രാജ്യങ്ങളും കരുതുന്നത്. നമ്മുടെ കയ്യിലുള്ള പണം ആ രാജ്യത്തിന്റെ ബോണ്ടുകൾ വാങ്ങി അവരുടെ സർക്കാരിൽ തന്നെ നിക്ഷേപിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോഴെന്താണ്, നമുക്ക് കൃത്യമായ ഇൻട്രസ്റ്റ് കിട്ടും. പിന്നെ അതിന്റെ ഒരു 30% നമുക്ക് ലോൺ എടുക്കാൻ പറ്റും. നമ്മുടെ രാജ്യത്തിന് വേണ്ട 30% അതിൽ നിന്ന് ലോൺ എടുക്കാൻ പറ്റും. ഒപ്പം തന്നെ നമുക്ക് ഈ 5 വർഷം കഴിയുമ്പോൾ ഈ തുകയും കിട്ടും. നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്കുള്ള ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും. അത് എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നത്. ഇന്ത്യയും വലിയൊരു അളവ് വരെ അമേരിക്കൻ ബോണ്ട് വാങ്ങിയിട്ടുണ്ട്. ജപ്പാനൊക്കെ അവിടെ 99% അവിടെയാണ് നിക്ഷേപിച്ചത്. അതാണ് ഈ ജപ്പാനും മറ്റുള്ള രാജ്യങ്ങൾക്കൊന്നും അമേരിക്കയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും പോകാൻ കഴിയാത്തതിന്റെ പ്രശ്നം അതാണ്. കാരണം എന്തെങ്കിലും തരത്തിലൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഇവന്മാർ ഒന്നടങ്കമാണ് പോകുന്നത്. അമേരിക്ക മാത്രമല്ല, ഒരു പറ്റം രാജ്യങ്ങൾ കുഴിയിലേക്ക് പോകും. പിന്നെ ഇന്ത്യയുടെ 2025 നമ്മുടെ രാജ്യത്ത് ഒരുപാട് രാജ്യങ്ങൾ നമ്മുടെ ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട്. നിലവില് ജപ്പാൻ ബാങ്ക് വാങ്ങിയിട്ടുണ്ട്, സിംഗപ്പൂരുണ്ട്, UAE ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്, ഖത്തറുണ്ട്, നോർവേ ഉണ്ട്, യൂറോപ്പ് ഉണ്ട്, ഹോങ്കോങ് ഉണ്ട്, ഒരുപാട് രാജ്യങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ബ്രിക്സ് രാജ്യങ്ങളെല്ലാം കൂടി ഇന്ത്യൻ ബോണ്ടുകൾ വാങ്ങാൻ തയ്യാറെടുക്കുന്നു. 2025 RBIയുടെ കണക്കനുസരിച്ച് 4.3 ലക്ഷം കോടി രൂപയാണ് ഈ വിദേശത്ത് നിന്നും ബോണ്ടുകൾ മുഖേന നമ്മുടെ രാജ്യത്തേക്ക് എത്തിയ പണം. ഈ പണം നമുക്ക് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം, മറ്റിടങ്ങളിൽ നിന്ന് ലോൺ എടുക്കാതെ തന്നെ. അതായത് നമ്മളുടെ ബഡ്ജറ്റിന്റെ അപ്പുറത്തേക്ക് നിന്ന് നമ്മുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ നമുക്കൊരു പൈസ, നമ്മൾ പറയത്തില്ല എന്താണ്, അത്യാവശ്യത്തിന് റോള് ചെയ്യാൻ ഒരു പണം, വലിയ പലിശയൊന്നും ഇല്ലാതെ അത് കിട്ടുന്നത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് പണം വാങ്ങാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങൾ ഈ പണം പിൻവലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ രൂപ കൂപ്പുകുത്തുകയും ചെയ്യും, താഴോട്ട് രൂപ കൂപ്പുകുത്തുകയും ചെയ്യും, നമ്മൾ തകർന്നു പോവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സ്വീകരിക്കില്ല. ഒരു നിശ്ചിത കണക്കിലേ മേടിക്കും. അതായത് ഒരുത്തനോ രണ്ടുപേരോ എങ്ങാനും പെട്ടെന്ന് വലിഞ്ഞു പോയാൽ, ബാങ്കുകളൊക്കെ പൊട്ടുന്ന കണ്ടിട്ടില്ലേ, കൊണ്ട് ആൾക്കാർ പൈസ ഇടും, പ്രൈവറ്റ് ബാങ്കുകളൊക്കെ അങ്ങനെ വലിച്ചുകൊണ്ട് പോയി കഴിയും. അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള നീക്കങ്ങൾ കരുതലും കൂടെ എടുത്തിട്ടാണ് ഈ ബോണ്ടുകൾ കൊടുക്കുന്നത്. പക്ഷെ ഇപ്പോൾ വളരെ വിപുലമായ രീതിയിൽ ബോണ്ടുകൾ കൊടുക്കാൻ ഒരു തീരുമാനത്തിലേക്ക് ബ്രിക്സ് രാജ്യങ്ങൾ എത്തുന്നു. അവരുടെ ഒരു ന്യൂ ഡെവലപ്മെന്റ് ബാങ്കാണ് ബ്രിക്സിന്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബാങ്ക്, ICI. ആ ബാങ്കാണ് ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ബ്രസീലും ഇന്ത്യയും റഷ്യയും അടക്കമുള്ള ഈ ബ്രിക്സ് രാജ്യങ്ങൾ എല്ലാം തന്നെ ഉണ്ട്. അപ്പോ ഇതിനകത്തുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയുടെ മൂല്യം, രൂപയുടെ മൂല്യം ഇടിവാണ്. ആ ഇടിവാകുന്ന സമയത്ത് പോലും വിദേശ നിക്ഷേപം വലിയ രീതിയിലേക്ക് ഇന്ത്യയിലേക്ക് വരുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇന്ത്യ എന്ന മഹാരാജ്യത്തോടുള്ള വിശ്വാസത, പിന്നെ ഉള്ളത് വലിയ വിപണിയാണ്. ഇവിടെ തന്നെ അത് വിറ്റഴിക്കാൻ കഴിയുന്ന, കാരണം നമ്മുടെ രാജ്യത്ത് നമ്മുടെ സർക്കാരുകളിൽ തന്നെ ഇറക്കുന്ന ബോണ്ടുകൾ ചൂടപ്പം പോലെയാണ് ഈ രാജ്യത്ത് തന്നെ പോകുന്നത്. അപ്പോൾ വലിയ രീതിയിൽ തന്നെ ഒരു സ്ഥിരത
വിശ്വാസ്യത ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് കരുതിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത, അമേരിക്കയിൽ നിന്ന് വിദേശ കമ്പനികൾ, മൈക്രോസോഫ്റ്റും ഗൂഗിളും അടക്കമുള്ള കമ്പനികൾ അവര് ഇന്ത്യയിലേക്ക് മാറുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു എന്നാണ് വന്നത്. ഏതാണ്ട് ഈ അതെ. H1B വിസയുടെ പ്രശ്നം വന്നപ്പോൾ അവിടുത്തെ ബഹുഭൂരിപക്ഷം കമ്പനികളുടെ ഇന്ത്യയിൽ വരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കൂടുതൽ രാജ്യങ്ങൾ പണം, ഇപ്പൊ ഈ ബ്രിക്സ് രാജ്യങ്ങളെല്ലാം കൂടി ഇങ്ങനെ ഇന്ത്യയുടെ ഈ ബോണ്ടിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ രൂപയുടെ ഉം. മൂല്യമേറുന്നു എന്ന് മാത്രമല്ല, രൂപയ്ക്ക് ആവശ്യക്കാരേറും. ഇവിടെ ഒരു വലിയ വിഷയമുണ്ട്. കാരണം ഈ രാജ്യങ്ങളൊക്കെ തന്നെ മുമ്പ് അവരുടെ പണം നിക്ഷേപിച്ചത് ഒരുപക്ഷെ അമേരിക്കയിലാകാം, അല്ലെ മറ്റു ഉം. രാജ്യങ്ങളിലാകാം, അവരുടെയൊക്കെ ബോണ്ടുകൾ വാങ്ങിക്കൊണ്ടായിരിക്കാം. അപ്പൊ ഇവർ അവിടെ നിന്ന് പണം പിൻവലിക്കുമ്പോൾ ഡോളറിനുണ്ടാകുന്ന ഒരു ഇടിവുണ്ടാകും. ഇതാണ് അമേരിക്ക ഭയപ്പെടുന്ന ഒന്നാമത്തെ കാര്യം. അതെ. ഇപ്പോ കൂടുതൽ രാജ്യങ്ങൾ ഇട്ടിട്ടുണ്ടെന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവിടെ ഇട്ടിട്ടുണ്ട് പണം എന്നുള്ളതാണ്. അപ്പൊ അവിടുന്ന് പിൻവലിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ഇടിവുണ്ടാകും. ഇന്ത്യയുടെ രൂപയാണ് കൂടുകയും ചെയ്യും. അപ്പൊ ഇത് അമേരിക്ക കൈയും കെട്ടി ഇരിക്കുമോ എന്ന് ചോദിച്ചാൽ അതിന് സാധ്യത കുറവാണ്. അവരെന്തെങ്കിലുമൊക്കെ ഒരു അഭ്യാസം ഉം. ഉം. ഒപ്പിക്കാനുള്ള ഉം. സാധ്യതകൾ ഉണ്ട്. ഏതായാലും ഇതിപ്പോൾ ഇന്ത്യയുടെ RBI ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു റിപ്ലൈ തരുന്നില്ല. ഇതിപ്പോ ഈ റോയിട്ടേഴ്സ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് അന്തർദേശീയ മാധ്യമമാണ്, ഒരു യൂറോപ്യൻ മാധ്യമമാണ്. അതുകൊണ്ട് തന്നെ അവരാണ് ഇത് ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടൊരു ലേഖനം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ മുമ്പും ഈ ചർച്ചയിൽ പറഞ്ഞു, നിലവിൽ ഇന്ത്യയുടെ രൂപയ്ക്കായിരിക്കാം ഒരുപക്ഷെ ബ്രിക്സുകാർക്ക് കോമൺ നാണയം എന്ന രീതിയിൽ വരുന്നത്. കാരണം ബ്രിക്സിന് ഒരു കോമൺ നാണയം ഇറക്കുക എന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം മുമ്പ് നമ്മൾ ഈ യൂറോയൊക്കെ അങ്ങനെ ഇറങ്ങിയതാണ്, പല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും കൂടെ ചേർന്നുകൊണ്ട് അങ്ങനെ ഇറക്കി. പക്ഷെ പിന്നീട് ബ്രിട്ടനൊക്കെ അതിൽ നിന്ന് പിന്മാറുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. കാരണം എല്ലാവർക്കും അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പലരും പല രീതിയിലാണല്ലോ, പലരും പൈസ ഉള്ളവന്മാരുണ്ട്, പൈസ ഇല്ലാത്തവരുണ്ട്, പൈസക്കാരന്മാരായി വരുന്നവരുണ്ട്, അങ്ങനെ പലരും ഉണ്ട്. അപ്പം ഇന്ത്യയുടെ രൂപ ഒരുപക്ഷെ ആ ഒരു നിലയിലേക്ക് എത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇപ്പൊ ഈ ബോണ്ട് കൂടെ വരുമ്പോൾ അതിനുള്ള ഒരു ആക്കം, ഇല്ലെങ്കിൽ അതിനുള്ള സൂചനകൾ കുറച്ചുകൂടെ ശക്തമാകുന്നു എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ. കാരണം നിലവിൽ ഇന്ത്യയുടെ രൂപയിൽ ഒരുപാട് രാജ്യങ്ങളിൽ ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് സൗദി, UAE ഒക്കെ. നിലവിൽ അവർ നമ്മുടെ ബോണ്ടുകൾ വാങ്ങുന്നത് എന്തിനാണ്? നമ്മുടെ രൂപയിൽ ട്രേഡിംഗ് നടത്താൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ നമ്മൾ ട്രേഡിംഗ് നടക്കുന്ന ഖത്തർ, നോർവേ അടക്കമുള്ള രാജ്യങ്ങൾ ട്രേഡിംഗ് നടത്തുന്നു. നമ്മൾ അവിടുന്ന് ബോണ്ട് എടുക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് ട്രേഡിംഗ് നടത്താൻ കൂടി കുറച്ചുകൂടി സൗകര്യമാണത്. അപ്പം ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ കൂടുതൽ രാജ്യങ്ങളിലേക്ക് ബ്രിക്സ് രാജ്യങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ വിദൂര ഭാവിയിലല്ലാതെ ഒരു 2026-ലോ 2027-ലോ ഒക്കെ ഇന്ത്യൻ രൂപ ഒരുപക്ഷെ ബ്രിക്സിന്റെ ഒരു കോമൺ, അവരുടെ പണം, അവരുടെ ഒരു കറൻസി എന്ന് പറയാൻ പറ്റില്ല, അവരുടെ ഒരു കോമൺ, അവർ ഈ പറയുന്ന യൂണിറ്റ് എന്ന് പറയുന്ന പല രാജ്യങ്ങളുടെ നാണയമടങ്ങിയ ബക്കറ്റിനകത്ത് ഇന്ത്യൻ രൂപയ്ക്ക് കുറച്ചുകൂടി ഒരു മേൽക്കൈ കിട്ടത്തക്ക രീതിയിൽ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം ഇന്ത്യ ഒരു വിപണിയാണ്. അതുമാത്രമല്ല, മുമ്പ് നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു, ബംഗ്ലാദേശിൽ SBIയുടെ ഒക്കെ ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് പൈസ തരുന്നത് ഇന്ത്യൻ റുപ്പീസിലായിരിക്കും. അതായത് ഉം. ബംഗ്ലാദേശികൾക്ക് ലോൺ വേണമെങ്കിൽ ഇന്ത്യൻ രൂപയിലെ ലോൺ തരും. അതായത് നമ്മുടെ ഡോളർ അല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ബംഗ്ലാദേശിന്റെ പണമല്ല, നമ്മുടെ കറൻസി. അപ്പം ഇത് വരുന്നത് നമ്മുടെ രാജ്യത്തിനും ഗുണകരമാണ്. ബ്രിക്സിനെ കണക്കുള്ള രാജ്യം ഇത് പ്രത്യേകിച്ച് ഇപ്പൊ നിലവിൽ ആദ്യഘട്ടം എന്ന നിലവിൽ ഇപ്പോൾ ഇത് ഏഷ്യയിൽ അല്ലെങ്കിൽ മധ്യേഷ്യയിലോ കിഴക്കൻ ഏഷ്യയിലോ ഒക്കെ ഇതിന് ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ ചൈന എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത് നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. നിലവിൽ ചൈന നമ്മുടെ ബോണ്ടുകളൊന്നും വാങ്ങിയിട്ടില്ല, നമ്മൾ തിരിച്ചും വാങ്ങിയിട്ടില്ല. ഇതുമൊക്കെ ഇതിനകത്ത് നിർണായകമാണ്. ഇതിപ്പോ ഇങ്ങനെയൊന്നും അണിയറയിൽ ഒരുങ്ങുന്നു എന്നുള്ള വിവരം പുറത്തുവിട്ടിരിക്കുന്ന റോയിട്ടേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ചർച്ചയ്ക്ക് എടുത്തത്. പക്ഷേ ഒരുപക്ഷെ ഈ സൂചനകളൊക്കെ അനുസരിച്ച് ഇന്ത്യൻ രൂപ നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട കറൻസിയായി ലോകത്തിന്റെ മാറാനുള്ള എല്ലാ സാധ്യതകളുമാണ് ഇപ്പോൾ തെളിയുന്നത്.